സനദിനിയും വായിച്ചില്ല. ഈ തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ചു വലിയ ആളായി വിട്ടതാ. ഏത് വിഷയവും ചോദിക്കാം, ഞാനിതോ മറുപടി പറയുന്നു. ഒരൊറ്റ വിഷയം ചോദിച്ചു. തോട്ടുമുഖത്ത് നിങ്ങൾ ഉദ്ധരിച്ച തുബ്രാനിയുടെ ഹദീസ് അത് സ്വഹീഹാണോ എന്ന് ചോദിച്ചു. ഇതുവരെ ആണെന്നും പറഞ്ഞിട്ടില്ല, അല്ലാന്നും പറഞ്ഞിട്ടില്ല. അത് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. ഞാൻ പറയട്ടെ, രണ്ടാമത് നിങ്ങൾ എന്തേ മുങ്ങിയത്? ഞാൻ വിശദീകരിച്ചല്ലോ. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത പദവിയാണ് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അതിപ്പോ നബിയോട് ചോദിക്കാൻ പറ്റുമല്ലേ? അത് നിങ്ങളൊന്ന് വിശദീകരിക്ക്. റബീഅ തങ്ങൾ ഇപ്പൊ നബിയോട് എങ്ങനെയാ ചോദിച്ചത്? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്നാണോ, അതോ അസ്അലിക അൻ തദുഅല്ലാഹ ലി എന്നാണോ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്നാണെങ്കിൽ ആ ചോദ്യം നബിയോട് പറ്റുമെന്നായി. നിങ്ങൾ പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങളെ പ്രസംഗത്തിന്റെ കേസ് നിങ്ങളുടെ കയ്യിലുണ്ട്. സ്വർഗത്തിൽ മുറാഫഖത്തും ചോദിച്ചിട്ടില്ല, സ്വർഗവും ചോദിച്ചിട്ടില്ല. എന്തേ ചോദിച്ചിട്ടുള്ളൂ? ദുആ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ എന്നാ തൊട്ടുമുഖത്ത് പ്രസംഗിച്ചത്. അതിന് തൊബ്രാനിയുടെ ഹദീസ് ഉദ്ധരിച്ചത്. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ അതിന്റെ സനദൊന്ന് വായിക്കണം, അത് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തണം. കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല, എനിക്ക് കഴിയുകയുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ഭദ്രതയാണത്. ഞങ്ങളെ ഇവിടെ നിങ്ങൾ മുഴുവൻ പണ്ഡിതന്മാരും വെല്ലുവിളിക്കാൻ. ഞങ്ങൾ ഈ 4 കുട്ടികൾ വന്നിരുന്നപ്പോഴേക്ക് വിറച്ച മൗലവി ഞങ്ങളെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ആഴത്തമുണ്ടെങ്കിൽ വായിക്കൂ തൊബ്രാനിയുടെ സനദ്, വായിക്കൂ തൊബ്രാനിയുടെ സനദ്, വായിക്കൂ തൊബ്രാനിയുടെ സനദ്. വെല്ലുവിളിയാണ്. കഴിയില്ല, നിങ്ങളെ തന്നെയാ വെല്ലുവിളിക്കുന്നത്. ഇവിടെ ഫോൺ ചെയ്തിട്ടും കാര്യമില്ല, എന്തേതിട്ടും കാര്യമില്ല. വേണമെങ്കിൽ ജിന്നിനെ വിളിച്ചോക്ക്, ജിന്നിനെ വിളിച്ചിട്ട് കാര്യമില്ല. തൊബ്രാനി കൊണ്ടുവരണ്ടേ? ഇവിടെ ചക്കര ടീച്ചർ പോന്നാ പോരാ. തൊബ്രാനി എടുത്ത് സനദ് വായിക്ക്. കളി നടക്കൂല. ആ കടലാസ് കഷ്ണായിട്ട് പോന്ന അങ്ങനെ ഉണ്ടാവൂ. കടലാസ് അവിടെ വെച്ച് ആ തൊബ്രാനി എടുക്ക്, എന്നിട്ട് സനദൊന്ന് വായിക്ക്. ഓരോരുത്തരെയും ബഹ്ത് ചെയ്യ്. എന്താ ഇതൊക്കെ?